ഹായ്, നമുക്ക് നല്ലൊരു ദോശപ്പൊടി ഉണ്ടാക്കിയാലോ? ദോശക്ക് മാത്രമല്ല, ഇഡ്ഡലിക്കും എല്ലാത്തിനും പറ്റിയ ചമ്മന്തിപ്പൊടിയാണ്. എൻ്റെ മൂത്ത മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തുടങ്ങിയാലോ? കുത്തരി ഇട്ട് കൊടുക്കുക, ഉഴുന്നിട്ട് കൊടുക്കുക, കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, ഉണക്കമുളക്, കാശ്മീരി മുളകും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ മൂപ്പ് കിട്ടും. അതിലേക്ക് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ടൊന്ന് സോട്ട് ചെയ്യണം. മല്ലിയില, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന്നിട്ട് സോട്ട് ചെയ്ത് മല്ലിയിലൊന്നും കാണാനില്ല, അത്രയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പും കായപ്പൊടി ഇട്ട് കൊടുത്ത് ഈ പരിവാകുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ഇത് ആറി കഴിയുമ്പോൾ നമുക്ക് ചെറിയ തരിയോടെ നമുക്ക് പൊടിച്ചോണം, ഈ രീതിയിൽ. അല്ലാതെ ഒരുപാട് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ മാതിരി ആയിപ്പോവും. വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം കാണിച്ചത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ദോശയുടെ പുറത്ത് തൂകി അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ്, നല്ലെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വായിൽ വെച്ചാലുണ്ടല്ലോ അലിഞ്ഞു പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് വെറുതെ പറയണല്ല, നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും, എന്നിട്ട് അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ചമ്മന്തിപ്പൊടിയാണ്. അത്ര ടേസ്റ്റിൽ ചമ്മന്തിപ്പൊടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.